അപ്പൊ മൂസക്കാരന്റെ കൂടെയാണ്. നമസ്കാരം. എന്റെ ചേട്ടന്റെ വീടാത്. എന്റെ വീട് തൊട്ട് പറയും ഒരു തറവാടാണ് ഞങ്ങള്. ചേട്ടന്റെ വീട്ടിലെ ചിത്രമുല്ല എന്ന് പറഞ്ഞ വീടിന്റെ മുകളിലാണ് ഈ മണിമുല്ലയുടെ വിസ്മയം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഉറവിടം. ഇപ്പൊ അതിന് അന്ന് നട്ട തൈയുടെ വേരാണത്. ആ വേരാണ് ഇങ്ങനെ പോയിട്ട് ഈ ചേട്ടൻ അഡ്വക്കേറ്റ് ആണ്. പക്ഷെ ചേട്ടൻ ചെടികളെയും പൂക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ചേട്ടനാണ് ഇതിന്റെ മെയിൻ്റനൻസ് മുഴുവൻ. പക്ഷെ പേര് മുഴുവൻ എനിക്കാണ്. വിനോദ് ഗോവിന്റെ വീട് വിനോദ് ഗോവൻ. ഇന്നത്തെ മോർണിംഗ് വൈബും എന്താണ്, മണിമുല്ലയാണോ എന്ന് ചോദിച്ചാൽ, മണിമുല്ല എന്താ അവസാനിച്ചില്ലെന്ന് വെച്ചാൽ എങ്ങനെ അവസാനിക്കാണ്? ഇതേപോലെ ബ്ലൂംസ്, ഇത്രയും ബ്ലൂംസ് നിൽക്കുന്നത് കാണുമ്പോൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ നിലത്താണ് നിൽക്കുന്നത്. അല്ല, 2 നിലേൻ്റെ മുകളിലാണ്. അതേ വൈറലായ നമ്മുടെ വിനോദ് കോവൂരിൻ്റെ വീട് എന്നറിയപ്പെടുന്ന വീടാണ്. എന്തായാലും ഇത് വിനോദ് കോവൂരിൻ്റെ വീട് എന്നറിയപ്പെടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏട്ടൻ അഡ്വക്കേറ്റ് മനോജ് കോവൂരിൻ്റെ വീടാണ്. വിനോദ് കോവൂരിൻ്റെ വീട് തൊട്ടടുത്താണ്. ഇവരൊരു ഫാമിലി ആയിട്ടുള്ള ഒരു 3-4 വീടുകളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നിറയെ മണിമുല്ല 19 വർഷമായിട്ട് മണിമുല്ല. ഇപ്പോഴാണ് നമ്മളൊക്കെ മണിമുല്ല, അതല്ലെങ്കിൽ നമ്മൾ കോവിഡിന് ശേഷമാണ് മണിമുല്ലിനെ കുറിച്ച് നമ്മൾ അധികം അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ 19 വർഷം മുമ്പ് മണിമുല്ല കൊണ്ടുവന്ന് ഇതുപോലെ നട്ട് ഈ വീട് നിറയെ, വീട് കാണില്ല എന്നുള്ളതാണ്. ഇത്രയും ഹൈറ്റിന് മുകളിൽ നിൽക്കുമ്പോൾ അതേ അപ്പുറത്തെ വീട്ടുകാർക്കാണ് ഏറ്റവും നല്ല ഭംഗി. 2 നിലയുള്ള വീട്ടുകാർക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന മനുഷ്യനാണ്. ഹായ്, ഞാൻ മനോജ് കുമാർ, ഒരു അഡ്വക്കേറ്റാണ്. വിനോദ് കോവൂരിൻ്റെ നേരെ ജ്യേഷ്ഠനാണ്. അപ്പൊ തറവാടാണത്. തറവാട് അപ്പുറത്താണ് എന്റെ വീട്. അപ്പൊ ഇത് പേരിൽ അറിയപ്പെടുന്നത് ആളെ പേരിലാണ് അല്ല, ഞാനും അറിയപ്പെടുന്നത്. നമ്മളൊക്കെ എവിടെ ചെന്നാലും നമ്മൾ ആദ്യം അറിയപ്പെട്ട് രണ്ടാമത് നമ്മൾ പറയും വിനോദ് കോവൂരിന് അനിയൻ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു എത്ര വർഷമായി ഇത്? ഇതൊരു 19 വർഷമായി. 19 വർഷത്തോളം. എത്ര വർഷം ഇതേപോലെ ബ്ലൂം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതേപോലെ ബ്ലൂം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. 10 വർഷം. എന്തെങ്കിലും പ്രത്യേക വളമോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ആ സമയമാകുമ്പോൾ കുറച്ചൊരു ചാണകപ്പൊടി, അതിന്റെ 2 ചാക്ക് ചാണകപ്പൊടി, അതിന്റെ മെരട്ടൽ എന്ന് പറയും, മെരട്ടലാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആ ചാനലിൽ നമ്മളെ ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. താങ്ക് യു.